ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പാല് കാച്ചാൻ ഇതുവരെ തീ കത്തിച്ചിട്ടില്ല. അതിനു മുമ്പ് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. വാ ചന്ദ്രിയാമ്മ തന്നെ പാല് കാച്ച് കർമ്മം നടത്തണം. കോടീശ്വരിയായ നിന്നെ കെട്ടിയതിന്റെ അന്നു മുതൽ നഷ്ടപ്പെട്ടതാ ഈ പ്രകാശന്റെ മനസമാധാനം. നിനക്കൊക്കെ അർഹിക്കാത്തതാണെങ്കിലും ഭാഗ്യം വന്ന് കേറുമ്പോ അതിന് ഏതെങ്കിലും കിളവന്റെയും കിളവിയുടെയും പേരിൽ നിറകേട് പറഞ്ഞ് നശിപ്പിക്കാതെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ നോക്കടി. ഞാൻ ഇറക്കിവിട്ട എന്റെ തന്തയും തള്ളയും എന്നെ ജനിപ്പിച്ചവരാ, നിന്നെ ജനിപ്പിച്ചവരല്ല. ഞാൻ വഴിയുള്ള ബന്ധം മതിയടി നിനക്കവരോട്. എടാ മക്കളെ, ഞങ്ങൾ ഈ വീടിനകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ വിളമ്പുന്നതിന്റെ കാര്യമൊക്കെ നോക്കിക്കോണേ. ഇതേ ഞങ്ങളുടെ മോന്റെ വീടാ. ആണോ? എന്നിട്ട് എന്താ അത് ഞങ്ങളോട് മുന്നേ പറയാത്തെ? അത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ അറിഞ്ഞില്ല, ഇന്നിവിടെ വന്നപ്പോഴാ ഞങ്ങൾ അറിഞ്ഞത് എന്നൊക്കെയല്ലേ പറയാൻ പോന്നേ. പിന്നെ മോന്റെ വീടിന്റെ പാലാച്ചിന്റെ കാര്യം അച്ഛനെ അറിയിക്കാതിരിക്കൂ? അല്ല, പ്രകാശനെ അറിയിച്ചിരുന്നു. എന്നാലും വേണ്ട, ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് ഇതിന്റെ ട്രീറ്റ് കിട്ടിയേ മതിയാവും. ഇനി ഇവര് തിരികെ വന്നിട്ട് വേണ്ടേ ട്രീറ്റ് തരാൻ? ഇന്നു മുതൽ ഈ വീട്ടിലാകും ഇവര് താമസം. ഇത്രയും വലിയ വീട്ടില് ഏതായാലും ഒരു മുറി അച്ഛനും അമ്മയ്ക്കും ആവും. എന്നാൽ ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. വളരെ ബുദ്ധിപരമായി തന്നെയാ പ്രകാശൻ വീട് കെട്ടിയിരിക്കുന്നത്. സ്ഥലങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അറിവ് വെച്ച് നോക്കുമ്പോ വാസ്തുവൊക്കെ കറക്റ്റാ. നീ അടുക്കള കണ്ടോ? ശരിക്കും അഗ്നികോണിലാ അത് വന്നിരിക്കുന്നത്. മാധവേട്ട, ഇന്ന് നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയ സങ്കടമായി പോയേനെ. എന്റെ മനസ്സ് നിറഞ്ഞു. ഈശ്വര. അയ്യോ ചന്ദ്രിയാമ്മേ, മാധവേട്ട, അയ്യോ സന്തോഷായി. നിങ്ങൾ വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ഞാൻ. പാല് കാച്ചാൻ ഇതുവരെ തീ കത്തിച്ചിട്ടില്ല. അതിനു മുമ്പ് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. വാ ചന്ദ്രിയാമ്മ തന്നെ പാല് കാച്ച് കർമ്മം നടത്തണം. അല്ല, ഇവരൊക്കെ ആരാ? തിരുമേനിക്കറിയില്ലേ? ഇതാണ് പ്രകാശന്റെ അമ്മയും അച്ഛനും. ഓ, ഇത് മാധവേട്ടൻ, ഇത് ചന്ദ്രിയാമ്മ. പ്രകാശന്റെ അച്ഛനും അമ്മയാണല്ലേ? നമസ്കാരം. നമസ്കാരം. അല്ല, നിങ്ങളെന്താ ഈ കാറ്ററിംഗുകാരുടെ വേഷത്തിൽ? ഇതൊക്കെയാണല്ലോ ഇന്നത്തെ കാലത്തെ സസ്പെൻസ്. പിള്ളേരെല്ലാം കൂടി വേഷം കെട്ടിച്ചായിരിക്കും മാധവേട്ടനെയും ചന്ദ്രികാമ്മയും. എന്നാലും ഇത് വല്ലാത്തൊരു വേഷം കെട്ടലായി പോയി. മോന്റെ വീടിന്റെ പാല് കാച്ചിന് അച്ഛനും അമ്മയും കാറ്ററിംഗുകാരുടെ വേഷത്തിൽ വരുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഈശ്വര, കാലത്തിന്റെ ഒരു പോക്കേ. ജഗദമ്മ വരൂ. ഞാനേ പൂജാ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു കൊടുത്തിട്ട് വരാം. മോളെ, എന്താ ഇത്? അമ്മയച്ഛനും വന്നില്ലായിരുന്നെങ്കിൽ ഈ സുചിത്ര തോറ്റുപോയേനെ. മോളെ, ഞങ്ങൾ വന്നത് ഭക്ഷണം വിളമ്പാനാ. ഇപ്പൊ അത് ഞങ്ങളുടെ തൊഴിലാ. വിളമ്പിയിട്ടങ്ങ് പോകും. പറ്റില്ല, അച്ഛനും അമ്മ ഈ ചടങ്ങിൽ പങ്കെടുക്കണം.
സ്വന്തം മോളായിട്ട് പറയോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ചന്ദ്രു വാ. വാ മോളെ. ആ കേറ്ററിംഗ് വേഷത്തിൽ നിൽക്കുന്നത് പ്രകാശിന്റെ അച്ഛനും അമ്മയാ. അവർക്കിപ്പോ കാറ്ററിംഗ് കമ്പനിയിലാ ജോലി. പാലുകാച്ചിന് വരുമ്പോഴെങ്കിലും ഒരു മാന്യമായ വസ്ത്രം ധരിച്ചു വരായിരുന്നു. ഇത് വേഷം കെട്ടി വന്നത് തന്നെയാ. പ്രകാശനുമായിട്ട് ഇവരത്ര ചേർച്ചലല്ല. പ്രകാശൻ ഇവരെ അടിച്ചിറക്കി വിട്ടെന്നൊക്കെയാ കേട്ടത്. അവ പണ്ടേ ഇങ്ങനെയാ. ശരിയാ. കേട്ടില്ലേ വിരുന്നുകാരുടെ കമന്റുകള്? എന്നെ നാണം കടത്തിയപ്പോൾ തൃപ്തിയായല്ലോ നിങ്ങൾക്ക്? അച്ഛനമ്മയാണ് പോലും നാശം പിടിച്ച ജന്തുക്കള്. ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ നിങ്ങൾക്ക്? പ്രകാശേട്ടാ, അവരെ പടിയിറക്കി വിടരുത്. അച്ഛനോ അമ്മയോ അപമാനിക്കരുത്. ശാപദോഷമൊന്നും വരുത്തി വെക്കല്ലേ മോനെ. അവര് ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരാ. അവരെ സഹകരിപ്പിക്കണം. അതുമായിട്ട് അമ്മേ, അച്ഛാ, അമ്മേ, മോളെ. അച്ഛാ, മോളെ എവിടെയായിരുന്നു അച്ഛാ? എല്ലാവരെയും സങ്കടപ്പെടുത്തിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? അച്ഛനും അമ്മയും കാറ്ററിംഗ് വേഷത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പുറത്തു വെച്ചെന്നെ പറഞ്ഞു കേട്ടു. സമാധാനമായി. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഓ, കെട്ടിയെടുത്തോ? കുറുപ്പ് വന്നിരുന്നു. കുറുപ്പിനെതിരെ പെറ്റീഷൻ കൊടുക്കാൻ നീയും, പഴി കേൾക്കാൻ ഞാനും. മാനത്തെ കൊട്ടാ